മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിലൊരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ്. അങ്ങൊന്ന് വഴങ്ങിയാൽ എനിക്കൊരു ചോദ്യമുണ്ട്. ചോദിച്ചോളൂ. അതിലങ്ങ് ആദ്യം മദ്യനയവുമായി ബന്ധപ്പെട്ട് ശരിയാണ്, മദ്യനയത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്ന് 2024 മദ്യനയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അറിയേണ്ടത്, ഈ മദ്യനയം വരുന്നതിന് മുൻപാണോ ഈ ഒയാസിസ് കമ്പനി ഈ സ്ഥലം വാങ്ങി അവിടെ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിനോട് എഥനോൾ ഓയിൽ നിർമ്മാണത്തിനുള്ള ലൈസൻസിന് അപേക്ഷിച്ചത് എന്നാണ്? ഇല്ല, 24 ഏക്കർ സ്ഥലത്തോളം അവരുടെ പേരിലുണ്ട്. ആ 24 ഏക്കർ സ്ഥലത്തിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആപ്ലിക്കേഷൻ വന്നതും തുടർ നടപടികളും സ്വീകരിച്ചത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സംരംഭകർ എന്ത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഏത് വ്യവസായ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചാലും ഏറ്റവും അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികൾ ആണ് ഗവൺമെന്റ് സ്വീകരിക്കുക. എനിക്ക് തർക്കമില്ല, അതാണ് അതിന്റെ രീതി. ഏതൊരു സംരംഭകൻ വന്നാലും കൊടുക്കും. കഴിഞ്ഞ 7 ഡിസ്റ്റിലറികൾ അനുവദിച്ചതും UDF കാലത്താണ്, 2 ബ്രൂവറികൾ അനുവദിച്ചതും UDF കാലത്താണ്. ഇതിലൊന്നും തന്നെ ഈ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇതിൽ അഴിമതിയുടെ ഒരു സംശയം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ളൊരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒയാസിസ് കമ്പനി ഈ എലപ്പുള്ളിയിൽ വന്ന് സ്ഥലം വാങ്ങുന്നതും അതിനുശേഷം എലപ്പുള്ളിയിലെ മേൽവിലാസം വെച്ച് ലൈസൻസിന് അപേക്ഷിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്ത് മദ്യനയം തിരുത്തുന്നതിന് മുൻപല്ലേ? എന്ന് പറഞ്ഞാൽ മദ്യനയം തിരുത്തുമെന്ന് ഏതോ കോണിൽ നിന്ന് ഇവർക്കൊരു വിവരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സ്ഥലം വാങ്ങുന്നതും അവർ ഈ എഥനോൾ ഓയിൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിന് അപേക്ഷിക്കുന്നതും എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി നിലനിൽക്കുന്നതല്ലേ അരുൺ? ഒരിക്കലും നിലനിൽക്കില്ല. ഇപ്പൊ ഇവിടെ ഒറ്റ പ്രശ്നം, ഏത് പുതിയ സംരംഭങ്ങൾ വന്നാലും അതിൽ അഴിമതി എന്നു പറഞ്ഞ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ വാർത്ത ആദ്യം പുറത്തുവിടുക. ദൃശ്യമാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കും. അതിനുശേഷം നേരെ കോടതിയിൽ പോവുക, എന്നിട്ട് ആ സംരംഭത്തെ ഇല്ലായ്മ ചെയ്യുക. ഇപ്പൊ നമ്മുടെ മുന്നിലൂടെ എത്ര തവണയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കേരള ഹൈക്കോടതിയെ സമീപിച്ചത്? എത്ര ആഴ്ചകൾ, മാസങ്ങളാണ് ഈ കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത വികസന പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ചർച്ച സംഘടിപ്പിച്ചത്? അവസാനം ഒരു ചർച്ചയും വിജയത്തിലെത്തുന്ന, ഒരു ആരോപണവും വിജയത്തിലെത്തുന്ന, ഒരു കേസും വിജയത്തിലെത്തുന്ന സാഹചര്യം കേരളത്തിലുണ്ടായോ? ഇപ്പോ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി പോയില്ലേ? അതുപോലെ KPCC പ്രസിഡന്റ് ഹൈക്കോടതി പോയില്ലേ? AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പോയില്ലേ? ജലമെട്രോയിൽ അഴിമതിയാണെന്ന് പറഞ്ഞു പോയില്ലേ? അവസാനം പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി പറഞ്ഞത് എന്താ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, താങ്കൾക്കും പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു കോടതി ഒരു പ്രതിപക്ഷ നേതാവിനോട് രാഷ്ട്രീയ ധാർമ്മികത സ്വന്തം തനിക്കുണ്ട് എന്ന് പറഞ്ഞ അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ സാഹചര്യം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതി സ്പ്രിംഗ്ലർ വിവാദവുമത്തെ തുടർന്ന് പിന്നീട് സ്പ്രിംഗ്ലർ കമ്പനി കോവിഡ് ഡാറ്റ കളക്ഷനിൽ നിന്ന് പിന്മാറി. ആ ഡാറ്റ വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളൊരു ആരോപണം സമൂഹമധ്യത്തിൽ വളരെ ശക്തമായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് സ്പ്രിംഗ്ലർ ആ സേവനം നമുക്ക് നൽകിയിട്ടില്ല. PPE കിറ്റുമായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ CAG ശരിവച്ചിരിക്കുന്നു. 10 കോടി 23 ലക്ഷം രൂപയുടെ വലിയ നഷ്ടം പൊതുഖജനാവിനുണ്ടാക്കി. 550 രൂപയ്ക്ക് വാങ്ങാമായിരുന്ന കിറ്റ് 1550 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മറ്റൊന്ന്, പമ്പയിലെ മണൽവാരലുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല ഉയർത്തിയ ആരോപണം, ആ ആരോപണത്തിലും പ്രാഥമികമായി കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. ശരിയാണ്, കോടതിയിൽ ചില തെളിവുകൾ ഹാജരാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ CAG റിപ്പോർട്ടുകളടക്കം കിറ്റ് വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സാധ്യതയും സാധുതയും നൽകുന്നുണ്ട്. ഒന്നുമില്ല, PPP കിറ്റ് ആ ദുരന്ത ഘട്ടത്തിൽ ലോകത്താകമാനം കോവിഡിന്റെ ആ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്താണ് മാർഗം? അന്ന് ടെൻഡർ വിളിക്കാനോ അല്ലെങ്കിൽ പണത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ നോക്കി ചികിത്സ വൈകിപ്പിക്കാനുള്ള നിലപാടല്ല സ്വീകരിച്ചത്. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ചികിത്സ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് കണ്ടുപിടുത്തം വന്നാലും നമുക്കറിയാം കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഏത് ആരോപണം ഗവൺമെന്റിനെതിരെ ഉന്നയിച്ചാലും അത് കുറച്ചു നാൾ പൊതുമണ്ഡലത്തിൽ നിൽക്കും എന്നല്ലാതെ അത് തെളിയിക്കാൻ കഴിയാതെ, ഇപ്പൊ കോടതിയാണല്ലോ ആധികാരികമായിട്ട് ഇവരെല്ലാം പോയി സമീപിക്കുന്നത്. അഴിമതിയാണ്. ഈ കേസെല്ലാം തള്ളിക്കളയുകയും പ്രതിപക്ഷത്തിന് ചുട്ട അടി കിട്ടുന്ന തരത്തിലേക്ക് അത്തരം കേസുകൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം സൂചിപ്പിക്കാം, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം കേരളത്തിൽ നടക്കുമ്പോൾ അത് ഗൗരവത്തോടെ കണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് പ്രതിപക്ഷം. കാരണം 28ാം സ്ഥാനത്ത് നിന്ന് 15ാം ബിസിനസ്സിൽ എത്തുക എന്ന് പറഞ്ഞാൽ കാഴ്ചവെച്ച വ്യവസായ വകുപ്പ് ഇന്നിപ്പോൾ ദാവോസിലാണ് നമ്മളുടെ വ്യവസായ വകുപ്പ് മന്ത്രി. പക്ഷേ എന്റെ വിഷയം, ഘടകകക്ഷിയായ CPA പോലും ഈ വിഷയത്തിൽ ഒരു കുടിവെള്ള വിഷയം ഉണ്ടായിരിക്കുന്നു
എന്ന് പ്രതികരണം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അവരെ പോലും നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. എലപ്പുള്ളിയിലെ പുതുശ്ശേരിയിലെ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളെ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. അവർ ഈ പാലക്കാട് സമ്മേളനത്തിൽ ചോദിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്, താങ്കൾക്കത് നിഷേധിക്കാം, നേരിട്ട് നമ്മുടെ പ്രതിനിധി അവിടെ ഇല്ലാത്തതുകൊണ്ട്, ഈ തങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ്. 600 കോടിയുടെ ഒരു വമ്പൻ പദ്ധതി വരുമ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിനെ അത് അറിയിക്കേണ്ട ഒരു ധാർമ്മിക ബാധ്യതയില്ല. അവരുടെ ന്യായമായ സംശയമാണ് ഞങ്ങളുടെ കുടിവെള്ളം മുട്ടുമോ എന്നുള്ളത്. അത് സ്വാഭാവികമായും ശരിയാണ്. 3 വർഷത്തിനുള്ളിൽ KSFT അനുസരിച്ച് അപേക്ഷിച്ചാൽ 3 വർഷത്തിനുള്ളിൽ ലൈസൻസുകൾ ലഭ്യമാക്കിയാൽ മതി. പക്ഷെ ഒരു ധാർമ്മിക ബാധ്യതയില്ലേ? എക്സൈസ് വകുപ്പും തദ്ദേശ വകുപ്പും ഒരേ മന്ത്രിയല്ലേ ഭരിക്കുന്നത് അരുൺ? ഇതിലെ ഇൻ പ്രിൻസിപ്പൾ അനുമതി കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസുകൾ അപ്പോൾ ഹാജരാക്കേണ്ടതില്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, 3 കൊല്ലത്തിനുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ എല്ലാം ലൈസൻസുകൾ ഹാജരാക്കിയാൽ മാത്രമേ ഇവർക്ക് ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പൊ ഈ 16/1/2025 ഉത്തരവിന്റെ ആ സംഗ്രഹം തന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ അനുമതി നൽകി ഉത്തരവ്. ഇവിടെ വ്യവസായ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമപ്രകാരവും ഇത്തരത്തിൽ ഒരു അപേക്ഷ കിട്ടിയാൽ സമയബന്ധിതമായി പരിശോധിച്ച് പരിഗണിച്ച് അതിന് ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ കൊടുക്കും. 3 കൊല്ലത്തിനുള്ളിൽ ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ലൈസൻസും ഹാജരാക്കണം. ഇപ്പൊ നമ്മൾ എന്താ ഏറ്റവും ആദ്യം അതിന്റെ നിർമ്മാണ പ്രവർത്തനം ബ്രൂവറിയിലേക്കല്ലല്ലോ പോകുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ IMFL ബോട്ടിലിംഗ് ആണ്. അതിനുശേഷം ഓരോ ഘട്ടം 4 ഘട്ടം നിർവഹിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിന്റെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ അരി ഉപയോഗശൂന്യമായതുൾപ്പെടെ ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, ഈ കേരളത്തിൽ സുലഭമായിട്ടുള്ള മരച്ചീനി അടക്കം നമുക്കറിയാം. അതിന്റെ കൃഷിയൊക്കെ നമുക്ക് ചില സമയത്ത് അതൊക്കെ കർഷകർക്ക് ഗുണകരമായ ഒരു കാര്യമാണ്. അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല. അത്തരം പദ്ധതികൾ കർഷകർക്ക് സഹായിക്കുമെങ്കിൽ അതൊക്കെ വരണം എന്നുള്ളതാണ് എന്റെ നിലപാട്. പക്ഷേ എനിക്കറിയേണ്ടത് ഇതിലൊരു കുടിവെള്ള പ്രശ്നം ഇൻവോൾവ് ആയിരിക്കുന്നു. അഴിമതിയുടെ വിഷയം ഞാൻ നേരത്തെ ചോദിച്ചു. അത് ഈ കമ്പനി രൂപീകൃതമാകുന്നതും കമ്പനി കേന്ദ്രത്തിന്റെ ലൈസൻസിന് അനുമതിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതും ഈ മദ്യനയം തിരുത്തപ്പെടുന്നതിന് മുൻപാണ് എന്നുള്ളതിലാണ് പ്രതിപക്ഷത്തിന് സംശയം ഉണ്ടാവുന്നതും പൊതുജനത്തിന് സംശയം ഉണ്ടാവുന്നതും. അതവിടെ നിൽക്കട്ടെ, അന്വേഷണത്തിലൂടെ വ്യക്തമാവട്ടെ. പക്ഷേ അറിയേണ്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനി എന്തിനാണ് വാട്ടർ അതോറിറ്റിയിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഈ കമ്പനി തങ്ങളെ സമീപിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ മഴവെള്ള സംഭരണിയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാട്ടർ അതോറിറ്റി ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന അനുമതി പത്രമുണ്ടല്ലോ, സാങ്ഷൻ ഉണ്ടല്ലോ, ആ സാങ്ഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്, കേരള വാട്ടർ അതോറിറ്റി ഹാസ് ബീൻ ആസ്ക്ഡ് ടു ഗീവ് water consent of sufficient quantity of your upcoming project in Elapulli for tender participation with oil companies for signing expression of interest by reference number എന്ന് പറയുന്നു. I would like to inform you that water can be spared to the upcoming project from Kinfra water supply scheme implemented by Kerala Water Authority. അപ്പോൾ ഈ പ്രോജക്റ്റിന് വേണ്ടുന്ന വെള്ളം മഴവെള്ള സംഭരണിയെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നതെന്നും കിൻഫ്രയിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്ലാന്റിൽ നിന്ന് ജലം ഇവർക്ക് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നതും വാട്ടർ അതോറിറ്റിയാണ്. ഈ വിഷയം ആദ്യം വരുമ്പോൾ വാട്ടർ അതോറിറ്റിയിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ നിഷേധിക്കുകയാണ്, പിന്നീട് മഴവെള്ള സംഭരണിയാണെന്ന് പറയുകയാണ്. എന്തിനാണെങ്കിലും മാറ്റി പറയുന്നത്? ഈ കാര്യങ്ങൾ വ്യക്തമായി ഒറ്റ കാര്യം സൂചിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടാവുന്നത് CPIക്ക് പോലും. അരുൺ, ഇതിലിപ്പോ ഒരു വ്യവസായ സംരംഭം കേരളത്തിൽ ആരംഭിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ ആകർഷിക്കാൻ നമ്മൾ നല്ല ഗതാഗതം പ്രൊവൈഡ് ചെയ്യണം, വൈദ്യുതി പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ വാട്ടർ സപ്ലൈ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യണം. പശ്ചാത്തല സൗകര്യങ്ങളിൽ വികസനം ഉണ്ടായാൽ മാത്രമേ വൻകിട വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലേക്ക് എത്തൂ. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരെല്ലാം മാറ്റി പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? ഇത്തരത്തിലുള്ള 3 അടിസ്ഥാന സൗകര്യങ്ങളിലും ഗവൺമെന്റ് നല്ല സൗകര്യങ്ങൾ ആദ്യം വാട്ടർ അതോറിറ്റി പിന്നീട് മഴവെള്ള സംഭരണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റേണ്ടതുണ്ടോ? അല്ല, അതല്ലേ സത്യസന്ധമായി തന്നെയാണ് 16-ാം തീയതി ഇറങ്ങിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഇത് വായിച്ചിട്ടുണ്ടാവുമല്ലോ. നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിപ്പിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആ പ്രോജക്റ്റ് കമ്പനി കൊടുത്തതിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ രീതിയിലുള്ള മൾട്ടി ഫീൽഡ് പ്രോജക്ട് ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ അത് ഉത്തരവിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. വാട്ടർ അതോറിറ്റിക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ പരിശോധിച്ച് ഇവരുടെ കമ്പനിയുടെ പ്രോജക്റ്റ് എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. അവസാനിപ്പിക്കാം.
അല്ല ഞാൻ അവസാനിപ്പിക്കാം 1 മിനിറ്റ് മതി അവസാനിപ്പിക്കാം. ആദ്യം നയമില്ല, 2 ടെൻഡർ ഇല്ല, 3 വ്യവസായ സംരംഭങ്ങളുടെ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം, അവസാനം ജലചൂഷണം എത്തി. ഇപ്പൊ ജലചൂഷണവും 2 ദിവസത്തിന് പോകും. ഞാൻ മനസ്സിലാക്കുന്നു 2 ദിവസമായി നിങ്ങളുടെ ചാനൽ അടക്കം പ്രധാനപ്പെട്ട ചർച്ചകളിലടക്കം ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതും 2 ദിവസത്തിനുള്ളിൽ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പുതിയ സംരംഭം വന്നാലും Debate with Dr. Arun Kumar.